5 മണിയായപ്പോഴാണ് ഞാൻ അടുക്കളയിൽ കയറാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പോഴത്തേനും ഇവിടെ എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കറിയാക്കിയിട്ടുണ്ട്, പഴം നിറച്ചിട്ടുണ്ട്, തരി കാച്ചി വെച്ചിട്ടുണ്ട്, പത്തിരി ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഇറച്ചിപ്പോളയും കുറച്ച് ജ്യൂസ് അടിക്കാനേ ഉള്ളതിന് മേരിയായിട്ട് പരിപാടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മസാല ആക്കി വെച്ചിരുന്നു. അതുകൊണ്ട് എൻ്റെ പണി വേഗം കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് മിക്സ് ചെയ്ത് വയ്ക്കാനുള്ള പരിപാടി ഉള്ളതിന്. അപ്പോൾ ഞാൻ പിന്നെ വേഗം അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് നേരം മൂടി വെക്കുമ്പോഴത്തേനും ഞാൻ പിന്നെ ഇവിടെ കസ്കസൊക്കെ ഉണ്ടായിരുന്നു, അതെടുത്ത് വെള്ളത്തിലിട്ട്. ഇവിടെ എന്ത് വെള്ളം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അതിൽ വാരിക്കൊരു കസ്കസ് ഇടും. എന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ച് സാബുനരി വേവിച്ച് ഞാൻ മാംഗോ സാഗോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം ഞാൻ അതൊന്നും ഉണ്ടാക്കി ഇവിടെ ആരും കുടിക്കില്ല. അതൊക്കെ സെറ്റ് ആകുമ്പോഴത്തേനും ഇവിടെ കസ്കസ് റെഡിയായി. പിന്നെ ഞാൻ അതിലും കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ചെടുത്ത് വെച്ചു. അപ്പോഴത്തേനും എൻ്റെ ഇറച്ചിപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ അത് മറിച്ചിട്ട് കുറച്ച് നേരം കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ മുന്തിരി ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു, പച്ചമുന്തിരീൻ്റെ ജ്യൂസ്. അപ്പോൾ അതൊക്കെ അടിച്ച് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ കസ്കസ് ഞാൻ വാരി വെച്ചു. എന്തിനാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് കസ്കസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ എല്ലാം സെറ്റായിട്ടുണ്ട്. ചായ ഉണ്ട്, തരിയുണ്ട്, എൻ്റെ മാംഗോ സാഗോ ഉണ്ട്. എല്ലാം റെഡിയാക്കി നമ്മളിങ്ങനെ കുറച്ച് നേരം ബാങ്ക് കൊടുക്കുന്നത് കാത്തവിടെയായിരുന്നു. പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ചെറിയ കപ്പിൽ കുറച്ച് വെള്ളം കുടിച്ച്. പിന്നെ ഞാൻ നേരെ ട്രൈ ചെയ്തത് മാംഗോ സാഗോയാണ്. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല, അത്ര തന്നെ. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പത്തിരിയും കോഴിമുട്ടക്കറിയും അതെടുത്ത് കഴിച്ച് കഴിയുമ്പോഴത്തേനും കാക്ക വന്നിക്കുന്നു ഒരു ലോഡ് മരുന്നായിട്ട്. വരുമ്പോഴോ കാട പൊരിച്ചം കൊണ്ടുവന്ന്. പിന്നെ എങ്ങനെയാ വേണ്ടാന്നറിയാം, അത് വിചാരിച്ച് ഞാൻ പിന്നെ കൂടെ ഇരുന്ന ഒരു പീസ് കാട പൊരിച്ചൊക്കെ തിന്ന് സെറ്റ് ചെയ്ത് തുടങ്ങി.